ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ ശില്പയുടെ ഹസ്സിൻ്റെ ബർത്ത്ഡേ ആണ്, എന്ന് വെച്ചാൽ എൻ്റെ നാത്തൂൻ്റെ ഹസ്സിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഹസ്സിന് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കണം, ഡെക്കറേഷൻ ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ പ്ലാനിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ റോസ് പെറ്റൽസ് ആണ് കേട്ടോ തറയിലിടുന്നത്. അവൾക്ക് അങ്ങനെ തറയിലൊക്കെ പെറ്റൽസൊക്കെ ഇട്ട് അവളുടെ ഹസ്സിനെ വരവേൽക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ താഴെ നിർത്തിയിട്ട് മേളിലാണ് ഡെക്കറേഷൻ ചെയ്തത്. നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തത്. പിന്നെയാണ് നമ്മുടെ ബർത്ത്ഡേ ബോയുടെ എൻട്രി ആണ് അടുത്തത്. അപ്പോൾ ബർത്ത്ഡേ ബോയ് ഇങ്ങനെ വരാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വരുമ്പോൾ ഭയങ്കര എക്സ്പ്രഷൻ ഇടണം സൂപ്പർ എന്ന രീതിയിൽ. അങ്ങനെ അത് പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നതാണ് കേട്ടോ. ഷമിച്ചേട്ടൻ്റെ ബർത്ത്ഡേ വരുന്നത് മാർച്ച് 28. അപ്പോൾ കുറച്ചല്ല നല്ല ലേറ്റ് ആയിട്ടുണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ. പിന്നെ ഒരു കാര്യം, ഇന്ന് ഷമിച്ചേട്ടൻ്റെ ബർത്ത്ഡേ മാത്രമല്ല, ഷമിച്ചേട്ടൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേയും കൂടെയാണ് കേട്ടോ. അപ്പോൾ 2 പേരുടെ ബർത്ത്ഡേ ഒരേ ദിവസമാണ്. അപ്പോൾ 2 പേരും കൂടെയാണ് ഇന്ന് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അമ്മു ആണെങ്കിൽ ക്യാൻഡിൽസും ഇതൊക്കെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഋതു ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുള്ള പ്ലാനിങ് കാര്യങ്ങളാണ് സെലിബ്രേഷൻ നടത്തിയത്. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ ചെന്നിട്ടുണ്ട്, സുചേച്ചിയും ആളു ഞാൻ. അപ്പോൾ എല്ലാവരും കൂടെ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി അടുത്ത് പോകുന്നത് വേറൊരു സ്ഥലത്താണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 9-9:30 ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ ബർത്ത്ഡേ കഴിയാൻ വേണ്ടി. പിന്നെ 2 പേരും കൂടെ ചേർന്ന് കേക്കും എല്ലാം കട്ട് ചെയ്തു കേട്ടോ. കട്ട് ചെയ്ത ശേഷം പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതൊക്കെ എടുത്ത ശേഷം അപ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് വെളിയിൽ നിന്നാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അങ്ങനെ 2 പേരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പോപ്പ് അതാണെങ്കിൽ ചിലപ്പോൾ പറ്റിപ്പ് പോപ്പായിരിക്കും, ചിലപ്പോൾ പൊട്ടും, അങ്ങനത്തെ അവസ്ഥ. ലാസ്റ്റ് ആ പോപ്പ് പൊട്ടാത്തോണ്ട് അമ്മു ആണെങ്കിൽ അത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ആക്കി കേട്ടോ. പിന്നെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പിൾസ് കൊടുക്കുകയാണ് ഗൈസ്. മെയിനായിട്ട് ഇവിടുത്തെ വില്ലനായിട്ട് വന്നത് നമ്മുടെ കേക്കാണ് ഗൈസ്. കേക്ക് നമുക്ക് വലിയൊരു ട്രാജഡി പറ്റി. വേറെ ഒന്നുമല്ല, മറ്റേ ഒരു റെഡ് തീം കേക്കായിരുന്നു അമ്മ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ നല്ല കളറിങ് ചേർത്തത് ഓവറായിട്ട് നല്ല കളറിങ് ചേർത്തു. അപ്പോൾ അതാണെങ്കിൽ നമ്മുടെ ചുണ്ടിലും ലിപ്സിലും ഒക്കെ എല്ലാം ആവുന്നുണ്ട് കേട്ടോ. കണ്ട ഒരു ഡ്രാക്കുള പോലെ ആയിട്ടുണ്ട്. എല്ലാവരും ഷമിച്ചേട്ടന് കേക്ക് കൊടുത്തപ്പോൾ കൂടുതലും കേക്ക് ഷമിച്ചേട്ടനാണല്ലോ കഴിച്ചത്. അപ്പോൾ ചേട്ടൻ്റെ പല്ലൊക്കെ അസൽ ഡ്രാക്കുള എന്ന് വെച്ചാൽ ഡ്രാക്കുള പോലെയായി. ലാസ്റ്റ് ചേട്ടൻ ഒരു സ്മൈലൊക്കെ നമുക്ക് കാണിച്ചു തരുന്നു ഗൈസ്. കണ്ടു, പല്ലൊക്കെ റെഡ് കളറായി ആ ഒരു അവസ്ഥ. അപ്പോൾ നമുക്ക് കേക്ക് കൂടുതൽ കഴിക്കാനും പറ്റാത്ത ഒരവസ്ഥ എന്ന് വെച്ചാൽ ഇത്രയും കെമിക്കൽസ് നമ്മുടെ ഉള്ളിൽ പോകുമല്ലോ. അതുകൊണ്ട് പക്ഷേ കേക്ക് സൂപ്പർ കേക്കായിരുന്നു. പക്ഷേ ഈ ഒരു ഡീഫോൾട്ട് ഈ കേക്കിനൊന്നും, അല്ലെങ്കിൽ കിടിലൻ കേക്കായിരുന്നു. പിന്നെ കുറച്ച് പേര് ക്ഷമിച്ചേണ്ട ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. ആദ്യം ഗിഫ്റ്റ് കൊടുത്തത് അമ്മുവാണ്. അങ്ങനെ അമ്മു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ ഇത് ഷമിച്ചേണ്ട അനിയത്തിയാണ്. അപ്പോൾ അനിയത്തിയും ചേട്ടനും തമ്മിലൊരു ഫോട്ടോ എടുത്തു. പിന്നെ അവർ 3 പേരും കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ ഫോട്ടോ എടുപ്പ് സമരമായിരുന്നു. പിന്നെ ഇത് അമ്മുവിൻ്റെ നാത്തൂനാണ്, എന്ന് വെച്ചാൽ ഷമിച്ചേണ്ട അനിയനും ഭാര്യയുമാണ് കേട്ടോ. അടുത്ത് പിന്നെ കൊടുക്കുന്നത് അവളുടെ ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ നിറയെ ഷർട്ടും കാര്യങ്ങളൊക്കെ ആണ്, പക്ഷേ ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല. പിന്നെ അവൾ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ ഷമിച്ചേൻ്റെ അനിയൻ ആ ചേച്ചിക്ക് ഗിഫ്റ്റും പിന്നെ ആ ചേട്ടനും ഒരു ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതെല്ലാം കേക്കും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട്
പിന്നെ നേരെ പോകുന്നത് നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയത് നമ്മൾ നേരെ സംസമ്മിലോട്ടാണ് കേട്ടോ, പാളയത്തെ. അപ്പോൾ ഇന്ന് മൊത്തം ട്രീറ്റ് ഷമ്മിച്ചേൻ്റെ ട്രീറ്റാണ്. അപ്പോൾ അവരുടെ ബർത്ത്ഡേ ആണല്ലോ, അങ്ങനെ നമ്മളിന്ന് അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ അവിടെ പോയപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവിടെ ഒഴിവില്ലായിരുന്നു. ആ നേരത്തെ ഈ കൊച്ചു പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി കുറച്ചൊരു ഏരിയ അവർ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് സൂപ്പറാണ്. എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേർ ബോറടിക്കത്തില്ല, കൊച്ചു പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കാം, കരിയത്തില്ല. അങ്ങനെ ഋതു ഓടിപ്പോയി ഇരുന്നു കേട്ടോ, അതിൽ കളിക്കുകയാണ്. അപ്പോൾ വേറെ കൊച്ചുങ്ങളും ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഋതു ആണെങ്കിൽ അവരെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെങ്ങനെ ആക്കുന്നതെന്ന്. പിന്നെ നമ്മൾ കഴിക്കാൻ സ്ഥലം കിട്ടി. അങ്ങനെ സ്ഥലം കിട്ടിയപ്പോൾ അതിൻ്റെ പോസൊക്കെയാണ് കാണുന്നത്, വീഡിയോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കിൽ ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി അമ്മയുടെ കയ്യിൽ കൊടുത്തപ്പോൾ അമ്മ ഫുള്ള് ബ്ലോഗറിനെ പോലെ എല്ലാ വീഡിയോ എടുത്തിട്ട് തന്നിട്ടുണ്ടോ. ഋതു ആണെങ്കിൽ ഞാനിങ്ങനെ ഡബ് ചെയ്യുന്ന കണ്ടിട്ടാണ് ഇവിടെ കിടന്ന് വിളിയോട് വിളി. എന്നെ ഡബ് ചെയ്യാതിരിക്കാൻ സമ്മതിക്കുന്നില്ല. ഡബ് ചെയ്യാതിരിക്കാൻ വേണ്ടി വിളിയോട് വിളിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ ആരും അവളെ സൗണ്ട് മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ നമ്മളുടെ ഫുഡ് ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മേശപ്പുറത്ത് വരാൻ തുടങ്ങി. പിന്നെ ഫുഡ് കണ്ടാൽ പിന്നെ നമുക്ക് ക്യാമറയും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ നമ്മൾ നല്ലപോലെ ഫുഡ് അടിച്ചിട്ട് പിന്നെ അവിടുന്ന് നേരെ പോയത് നമ്മൾ തിയേറ്ററിലാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു സിനിമ കാണാൻ പോയതാണ്. അപ്പോൾ ഇറങ്ങിയ സിനിമ യൂത്തായിരുന്നു. അപ്പോൾ യൂത്ത് എങ്ങനെ ഉണ്ടായിരിക്കും അറിയില്ലായിരുന്നു. പക്ഷേ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സിനിമ, നല്ല ചിരിക്കാനും ഉണ്ട്, ലാസ്റ്റ് ഇമോഷണലും ആവും. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്ന വെച്ചാൽ നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സിനിമയൊക്കെ കണ്ടിട്ട് ആണ് തിരിച്ച് വീട്ടിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എൻ്റർ ആയപ്പോഴായിരുന്നു കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. കുറച്ചും കൂടെ താമസിച്ചിരുന്ന സിനിമ തുടങ്ങി കഴിഞ്ഞേനെ. അപ്പോൾ നമ്മൾ അവിടെ എൻ്റർ ആയതും സ്റ്റാർട്ട് ചെയ്തുള്ളൂ സിനിമ. ഋതുവിന് നല്ല എൻജോയ്മെൻറ്റ് ചെയ്തു കേട്ടോ. കാരണം ആ പാട്ടൊക്കെ വന്നപ്പോൾ ഋതു ആണെങ്കിൽ ഇത് വളരെ ശുഷ്കാന്തിയിൽ ഇരുന്ന് കാണുക. ആ പാട്ടൊക്കെ വന്നപ്പോൾ അവൾക്ക് പാട്ടൊക്കെ അറിയാമല്ലോ. അങ്ങനെ പോപ്കോൺ കഴിച്ച് വലിയവരെ പോലെ ഇരുന്ന് കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ സിനിമയൊക്കെ കണ്ട് തിരിച്ചു പോയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡേ. അപ്പോൾ എല്ലാവർക്കും ഷമ്മിച്ചേൻ്റെ ബർത്ത്ഡേ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.